ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മാത്സ് വേൾഡ്. ഓക്കെ, ഇന്ന് നമുക്ക് ടൂൾസ് നോക്കാം. ഫസ്റ്റ് വൺ, ലൈൻ. ലൈൻ സെലക്ട് ചെയ്യുക, അല്ലെങ്കിൽ കീബോർഡിൽ എൽ എൻ്റർ. ഓക്കെ, നിങ്ങൾക്ക് ലൈൻ ഡ്രോ ചെയ്യുക. നെക്സ്റ്റ്, ഇതിപ്പോൾ ഇൻക്ലൈൻഡ് ലൈൻ അല്ലേ? നിങ്ങൾക്കിപ്പോൾ സ്ട്രെയിറ്റ് ലൈനാണ് വേണ്ടതെങ്കിൽ ഓർത്തോ മോഡ് ഓൺ ചെയ്യുക. ഓർത്തോ മോഡ് ഇവിടെ ഓൺ ചെയ്യുക, അല്ലെങ്കിൽ F8 കീബോർഡിൽ ക്ലിക്ക് ചെയ്താൽ മതി. നെക്സ്റ്റ് ഞാൻ എൽ എൻ്റർ. ലൈൻ വരയ്ക്കുമ്പോൾ ആ ലൈൻ സ്ട്രെയിറ്റ് ആയിരിക്കും. ഓക്കെ, ഹൊറിസോണ്ടൽ വെർട്ടിക്കൽ ലൈൻ നമുക്ക് വരയ്ക്കാം. നെക്സ്റ്റ് ലൈൻ ഇപ്പോൾ മനസ്സിലായല്ലോ. നെക്സ്റ്റ് വണ്ണാണ് പോളി ലൈൻ. പോളി ലൈൻ വരയ്ക്കുന്നതിന് പി എൽ എൻ്റർ. പി എൽ എൻ്റർ. സ്പെസിഫൈ സ്റ്റാർട്ട് പോയിന്റ്. ലൈൻ സെലക്ട് ചെയ്ത് പോളി ലൈനാണ്. ഓക്കെ, പോളി ലൈനും നോർമൽ ലൈനും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഓക്കെ, ഇപ്പം ഞാൻ പോളി ലൈൻ വെച്ച് വരച്ചു, ഒന്ന് ഞാൻ നോർമൽ ലൈൻ വെച്ച് വരച്ചു. പോളി ലൈൻ വെച്ച് വരയ്ക്കുമ്പോൾ കണ്ടോ, സിംഗിൾ സെലക്ഷനാണ്. ഓക്കെ, അതേ സമയത്തിന് ഇവിടെ ഞാൻ ലൈൻ വെച്ച് വരച്ചതെല്ലാം തന്നെ സെപ്പറേറ്റ് സെലക്ഷനാണ് വരുന്നത് അല്ലേ? ഓരോ ലൈനായിട്ടാണ് സെലക്ട് ആവുന്നത്. മനസ്സിലായോ? പോളി ലൈൻ വെച്ച് വരയ്ക്കുന്ന ഫുള്ള് സിംഗിൾ സെലക്ഷൻ ആയിരിക്കും. അതേ സമയത്തിന് നമ്മൾ നോർമൽ ലൈൻ വെച്ച് വരയ്ക്കുന്നതൊക്കെ സിംഗിൾ സെലക്ഷനാണ്. നമ്മൾ ഓരോന്നോരോന്ന് സെപ്പറേറ്റ് ആയിട്ടാണ് സെലക്ട് ആവുന്നത്. ഓക്കെ, നെക്സ്റ്റ് പി എൽ എൻ്റർ. സ്പെസിഫൈ സ്റ്റാർട്ട് പോയിന്റ്. ഓക്കെ, ഇവിടെ കുറേ കമാൻഡ് കൊടുത്തിട്ടുണ്ട് അല്ലേ? ആർക്കുണ്ട്, ഹാഫ് വിഡ്ത്ത് ഉണ്ട്, ലെങ്ത് ഉണ്ട്, അണ്ടു എന്ന് പറഞ്ഞാൽ അണ്ടു ഓപ്ഷൻ, വിഡ്ത്ത്. ഓക്കെ, ഫസ്റ്റ് നമ്മൾ ആർക്കിന് എ കൊടുത്ത് എൻ്റർ. കണ്ടോ? എന്നിട്ട് ഇവിടെ കുറേ സബ് കമാൻഡും ഉണ്ട്. ഇവിടെ നമുക്ക് ഫസ്റ്റ് വൺ നോക്കാം. ആംഗിളിന് ഞാൻ എ എൻ്റർ. എന്താ? സ്പെസിഫൈ ഇൻക്ലൂഡഡ് ആംഗിൾ. ഒരു ആംഗിൾ നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കുന്നു, ഒരു 60. ഓക്കെ, ഓക്കെ, എനിക്കിപ്പോൾ 60 ഡിഗ്രിയിലുള്ള, അതായത് ഇൻക്ലൂഡഡ് ആംഗിൾ 60 ഡിഗ്രിയിൽ വരുന്ന ഒരു കർവ് കിട്ടി. ഇത് എന്താ ഇങ്ങനെ ഇരിക്കുന്നതെന്ന് വെച്ചാൽ ഇവിടെ ഞാൻ ഓർത്തോ മോഡ് ഓൺ ചെയ്തിട്ടിരിക്കുകയാണ്, അതുകൊണ്ടാണ് ഇങ്ങനെ വന്നത്. ഓക്കെ, നെക്സ്റ്റ് ഓർത്തോ മോഡ് ഓഫ് ചെയ്തിട്ട് ഇതാണ് ഇപ്പം വരയ്ക്കുമ്പോൾ കറക്റ്റായിട്ട് കാണാൻ പറ്റും. പി എൽ എൻ്റർ, എ എൻ്റർ, ആംഗിൾ എൻ്റർ. ഓക്കെ, ഇത് കണ്ടോ? ഇവിടെ നിങ്ങൾക്ക് ഇപ്പോൾ കാണാൻ പറ്റുന്നില്ലേ? ഇൻക്ലൂഡഡ് ആംഗിൾ ഒരു 55 കൊടുത്തു. 55. ഓക്കെ, എസ്കേപ്പ്. ഇവിടെ ഞാൻ കാണിക്കാം ഇൻക്ലൂഡഡ് ആംഗിൾ 55 ആണോ അല്ലയോ. ജസ്റ്റ് ഒരു ലൈൻ എടുത്തിട്ട് നമ്മൾ ആ ആർക്കിൻ്റെ സെൻറ്ററിലോട്ട് ജോയിൻ ചെയ്യണം. ഓക്കെ, ഇത് നമുക്ക് മെഷർ ചെയ്ത് നോക്കാം. ആംഗുലർ മെഷർമെൻറ്റ്, സെലക്ട് ദീസ് ലൈൻ. കണ്ട, 55 ഡിഗ്രി. ഇങ്ങനെയാണ് പോളി ലൈൻ വെച്ച് നമ്മൾ ആർക്ക് വരയ്ക്കുന്നത്. ഇനി നെക്സ്റ്റ് ഓപ്ഷൻ നോക്കാം. പി എൽ എൻ്റർ, സ്പെസിഫൈ 1 പോയിന്റ്, ആർക്ക്. ഓക്കെ, നെക്സ്റ്റ് ഇവിടെ തന്നിരിക്കുന്നത് സെൻറ്ററാണ്. സെൻറ്റർ എന്ന് പറഞ്ഞാൽ ആർക്കിൻ്റെ സെൻറ്റർ നമ്മൾ സെലക്ട് ചെയ്തുകൊണ്ട് വരയ്ക്കുന്നതാണ്. ഓക്കെ, സി എൻ്റർ. സ്പെസിഫൈ ദ സെൻറ്റർ പോയിന്റ് ഓഫ് ദ ആർക്ക്. സെൻറ്റർ പോയിന്റ് നമ്മൾ ക്ലിക്ക് ചെയ്തിട്ട്
സ്പെസിഫൈ ദ എൻഡ് പോയിന്റ് ഓഫ് ദ ആർക്ക്, എൻഡ് പോയിന്റ് ക്ലിക്ക് ചെയ്യുന്നത്. ഓക്കെ, ഇങ്ങനെയാണ് സെൻറ്റർ യൂസ് ചെയ്തുകൊണ്ട് ആർക്ക് വരയ്ക്കുന്നത്. നെക്സ്റ്റ് വൺ ഡിലീറ്റ് ചെയ്തു. പി എൽ എൻ്റർ, സ്പെസിഫൈ പോയിന്റ് ആർക്ക് എൻ്റർ. നെക്സ്റ്റ് ഡയറക്ഷനാണ്. ഓക്കെ, ഡി എൻ്റർ, സ്പെസിഫൈ ദ ടാൻജൻറ്റ് ഡയറക്ഷൻ ഫോർ ദ സ്റ്റാർട്ട് പോയിന്റ് ഓഫ് ആർക്ക്. ആർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നതിനുള്ള ടാൻജൻറ്റ് പോയിന്റ് സെലക്ട് ചെയ്യുമ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഒരു യെല്ലോ ലൈൻ കാണാൻ കഴിയും. ഈ യെല്ലോ ലൈൻ വെച്ചിട്ടാണ് നമ്മൾ ഏത് ഡയറക്ഷനിലേക്കാണ് നമുക്ക് ആർക്ക് വേണ്ടത് ആ ഡയറക്ഷനിലേക്ക് നമുക്ക് ആർക്ക് വരയ്ക്കാൻ പറ്റും. ഓക്കെ, ഈ യെല്ലോ ലൈനിനെ ബേസ് ചെയ്തിട്ടാണ്, യെല്ലോ ലൈനാണ് ഡയറക്ഷൻ്റെ കാണിക്കുന്നത്. വരച്ചു. നെക്സ്റ്റ് വൺ പി എൽ എൻ്റർ, specify start point A enter. Next one half width H enter. Specify starting half width. ഒരു വാല്യൂ കൊടുക്കാം, 5 എന്ന് കൊടുത്തു. നെക്സ്റ്റ് കൊടുത്ത് ചോദിച്ചേക്കുന്നത് സ്പെസിഫൈ എൻഡിങ് ഹാഫ് വിഡ്ത്ത്. ഓക്കെ, 10 എന്ന് കൊടുത്തു. കണ്ടോ, ഇപ്പം ആ ഒരു ഹാഫ് വിഡ്ത്തിലുള്ള ഒരു ആർക്ക് ഇവിടെ ഫോം ആയിട്ടുണ്ട്. ഈ ഹാഫ് വിഡ്ത്ത് എന്ന് പറഞ്ഞാൽ ഈ സെൻറ്ററിൽ നിന്ന് ഈ എൻഡ് വരെയുള്ള ഡിസ്റ്റൻസ് ആണ്. ഓക്കെ, സെൻറ്ററിൽ നിന്ന് ഈ എഡ്ജ് വരെയുള്ള ഡിസ്റ്റൻസ് 5ഉം ഇവിടെ സെൻറ്ററിൽ നിന്ന് എഡ്ജ് വരെയുള്ള ഡിസ്റ്റൻസ് 10ഉം ആയിരിക്കും. പി എൽ, ഇനി നമ്മളൊരു കാര്യം ശ്രദ്ധിക്കണം. പി എൽ എൻ്റെ നമ്മളൊരു ആർക്ക് വരയ്ക്കുമ്പോൾ നമ്മൾ ആ കൊടുത്തിരിക്കുന്ന ആ ഹാഫ് വിഡ്ത്താണ് ഇവിടെ വരുന്നത്. അതിന് നമ്മൾ എന്ത് ചെയ്യണം? പി എൽ എൻ്റർ, സ്പെസിഫൈ പോയിന്റ് ആർക്ക് എൻ്റർ എച്ച്, ഹാഫ് വിഡ്ത്തിൻ്റെ എച്ച് എൻ്റർ. ഇവിടെ നമ്മൾ 0 കൊടുക്കണം. ഓക്കെ, ഇപ്പം നമുക്ക് ഒന്നുകൂടി ചെയ്ത് കാണിക്കാം. പി എൽ എൻ്റർ, ആർക്ക് എൻ്റർ, ഹാഫ് വിഡ്ത്ത് എൻ്റർ 0 0. ഓക്കെ, കണ്ടോ, ഇപ്പം നമുക്ക് ആ വിഡ്ത്ത് മാറിയിട്ടുണ്ട്. പോളി ലൈൻ വെച്ച് നമ്മൾ വിഡ്ത്ത് കൊടുക്കുകയാണെങ്കിൽ നമ്മൾ ആ വിഡ്ത്ത് അത് വരച്ച് കഴിഞ്ഞതിന് ശേഷം നമ്മളത് 0 കൊടുക്കണം. അല്ലെങ്കിൽ പിന്നെ നെക്സ്റ്റ് വരയ്ക്കുന്ന ലൈനിന് ആ വിഡ്ത്ത് തന്നെ ആയിരിക്കും കാണിക്കുന്നത്. നെക്സ്റ്റ് പി എൽ എൻ്റർ, സ്പെസിഫൈ പോയിന്റ് ആർക്ക് എൻ്റർ. നെക്സ്റ്റ് നമുക്ക് ഇവിടെ ലൈൻ എന്നൊരു ഓപ്ഷൻ കാണിച്ചിരിക്കുന്നത് അതൊന്നുമല്ല, നമ്മളിപ്പോൾ ഒരു ആർക്ക് ഇങ്ങനെ വരച്ച് പോവുക. ഇനി നമുക്കൊരു സ്ട്രെയിറ്റ് ലൈൻ വേണം. അപ്പോൾ എൽ എൻ്റർ കൊടുത്താൽ ലൈനായിരിക്കും ഇവിടെ വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് ഇനി ആർക്കിലോട്ട് പോകണമെങ്കിൽ എ എൻ്റർ കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് ഇനി ആർക്ക് വരയ്ക്കാൻ കഴിയും. ഓക്കെ, മനസ്സിലായോ? നെക്സ്റ്റ് വൺ പി എൽ എൻ്റർ, ആർക്കിൽ നെക്സ്റ്റ് ഉള്ളത് റേഡിയസിൻ്റെ. ഓക്കെ, ആർ എൻ്റർ, സ്പെസിഫൈ ദ റേഡിയസ് ഓഫ് ആർക്ക്. ഓക്കെ, എത്ര റേഡിയസിലുള്ള ആർക്കാണ് വേണ്ടത് അത് കൊടുക്കുക. ഞാൻ ഇപ്പോൾ ഒരു 750 കൊടുത്തു. ഓക്കെ, 750ൽ റേഡിയസ് ഉള്ളൊരു ആർക്ക്. നെക്സ്റ്റ് നമ്മൾ എൻ പോയിന്റ് ആണ് സെലക്ട് ചെയ്യേണ്ടത്. എൻ പോയിന്റ്. ഓക്കെ, ഈ ആർക്കിൻ്റെ സെൻറ്റർ ഇതായി ഇവിടെ വന്നേക്കുന്നത്. ഞാൻ ആർക്കിനെ ഇങ്ങോട്ട് മൂവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക്
ലൈൻ യൂസ് ചെയ്ത് ഇതാണ് ആർക്കിൻ്റെ സെൻറ്റർ. ഓക്കെ, ഈ സെൻറ്ററിൽ നിന്ന് എഡ്ജ് വരെയുള്ള ഡിസ്റ്റൻസ് നമുക്ക് നോക്കാം. ലീനിയർ അല്ലേ നമ്മളിവിടെ അലൈൻഡ് എടുക്കണം. ഓക്കെ, 750. പിന്നെ ഒന്നുകൂടെ ഞങ്ങൾക്ക് ചെയ്ത് കാണിക്കാം. PL എൻ്റർ, സ്പെസിഫൈ 1 പോയിൻ്റ്, ആർക്ക് എൻ്റർ, നെക്സ്റ്റ് റേഡിയസ് R എൻ്റർ, ഒരു 800, സ്പെസിഫൈ റേഡിയസ് ഓഫ് ആർക്ക് 800. ഓക്കെ, കണ്ടോ റേഡിയസ് കാണിച്ചിരിക്കുന്നുണ്ട് 800. സെൻറ്റർ പോയിന്റിൽ നിന്ന് ഒരു ലൈൻ വരച്ച്, ഓക്കെ, ഈ ലൈൻ്റെ ഡിസ്റ്റൻസ് അതാണ് റേഡിയസ്. ഇൻക്ലൈൻഡ് ലൈൻ്റെ മെഷർമെൻറ്റ് നമ്മൾ അലൈൻഡ് യൂസ് ചെയ്ത് എടുക്കുന്നതാണ് നല്ലത്, കറക്റ്റായിട്ട് മെഷർമെൻറ്റ് കിട്ടും. അതേ സമയത്തിനുണ്ട് ഈ ലൈൻ ആണെങ്കിൽ കറക്റ്റായിട്ട് കിട്ടില്ല. ഓക്കെ, 781 ആണ് കാണിക്കുന്നത്. ഇൻക്ലൈൻഡ് ലൈന് മെഷർ ചെയ്യാൻ അലൈൻഡ് ഡയമെൻഷൻ യൂസ് ചെയ്യുക. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് നോക്കാം. PL എൻ്റർ, ഓക്കെ, സെക്കൻഡ് പോയിന്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ആർക്കിടെക്ചറൽ ഡ്രോയിങ് ഒക്കെ വരയ്ക്കുമ്പോൾ നമുക്ക് കറക്റ്റായിട്ട് ആ കർവ്ഡ് ലൈൻ തന്നെ കിട്ടുന്നതിന് വേണ്ടിയാണ് നമ്മൾ ഈ സെക്കൻഡ് പോയിന്റ് നമ്മൾ യൂസ് ചെയ്യുന്നത്. നമുക്ക് ആ ഒരു ഷേപ്പ് കറക്റ്റായിട്ട് കിട്ടുന്നതിന് വേണ്ടി. PL എൻ്റർ, എൻ്റർ, നെക്സ്റ്റ് ഉള്ളത് വിഡ്ത്ത്. വിഡ്ത്തിൻ്റെ സെയിം തന്നെയാണ്, അതായത് W എൻ്റർ, 5, 10. ഇവിടെ നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, ഈ ലൈൻ്റെ വിഡ്ത്ത് കണ്ടോ, ഇവിടെ 5 ആണ്, ലാസ്റ്റ് വരുമ്പോഴത്തേക്ക് അത് 10 ആകും. ഇതെല്ലാം സിംഗിൾ സെലക്ഷനാണ്, പോളി ലൈനാണ്. PL എൻ്റർ, വിഡ്ത്ത് എൻ്റർ 0 ആക്കി കൊടുക്കണം. ഓക്കെ, നെക്സ്റ്റ് ഇപ്പം നമ്മൾ പോളി ലൈൻ്റെ കമാൻഡിൽ PL എൻ്റർ, പോളി ലൈൻ്റെ കമാൻഡ്സിന് ആർക്ക് നമ്മൾ ഫുള്ള് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നെക്സ്റ്റ് നമുക്ക് ഹാഫ് വിഡ്ത്ത് നോക്കാം. H എൻ്റർ, സെയിം നമ്മൾ മറ്റേ അതുപോലെ തന്നെയാണ്, ഒരു 2 എൻ്റർ 5. ഓക്കെ, നമുക്ക് ഈ ലൈൻ നമുക്ക് വിഡ്ത്ത് നമ്മൾ കൊടുത്തിരിക്കുന്ന ആ വിഡ്ത്തിൽ നമുക്ക് വരയ്ക്കാൻ കഴിയും. നെക്സ്റ്റ് ലെങ്ത് സാധാ ലൈൻ വരയ്ക്കുന്നതിന് വേണ്ടി പോളി ലൈന്. വിഡ്ത്ത് W എൻ്റർ, സ്റ്റാർട്ടിംഗ് പോയിന്റ് നമുക്കൊരു 0 കൊടുത്തുകൊണ്ട് എൻഡിങ് നമുക്കൊരു 500 കൊടുക്കാം. ഓക്കെ, എൻ്റർ. ഇനി നമ്മൾ വരയ്ക്കുന്ന ലൈൻ ഞാൻ സൂം ചെയ്ത് കാണിക്കാം. സ്റ്റാർട്ടിങ്ങിൽ വിഡ്ത്ത് ഒന്നുമില്ല, 0 ആണ്. അതേ സമയത്തിന് എൻഡിങ് വന്നപ്പോഴത്തേക്ക് വിഡ്ത്ത് കണ്ടോ, വിഡ്ത്ത് ഉണ്ട്. ഓക്കെ, ഇതാണ് വിഡ്ത്ത് വെച്ചിട്ട് നമ്മൾ പോളി ലൈൻ വരയ്ക്കുന്നത്.
തിരിച്ച് നോർമൽ ആകുന്നതിന് വേണ്ടി പി എൽ എൻ്റർ, ഡബ്ല്യു എൻ്റർ, 0 0. ഓക്കെ, നോർമലായിട്ട് കിട്ടും. ഓക്കെ, ഇത്രയുള്ള പോളി ലൈൻ. പോളി ലൈൻ ഇമ്പോർട്ടൻ്റ് ആണ്.